വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാം തിരുവചനം. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഉയർപ്പിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അപ്പം എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ഒരു ഉയർപ്പുണ്ടായോ? ഈശോയുടെ ഈ ഉയർപ്പിൻ്റെ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു മനുഷ്യനായി മാറിയോ? പുതിയൊരു ഉയർപ്പ് നമ്മളിലുണ്ടായോ? യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് 39-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലാസറിനെ അടക്കിയിരുന്ന ഗുഹയുടെ മുൻപിൽ വന്നു നിന്ന ഈശോ അതിൻ്റെ വാതിൽ അടച്ചു വച്ചിരുന്ന കല്ല് എടുത്തു മാറ്റാൻ പറയുന്നുണ്ട്. കല്ലെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഈശോ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ ഭവനത്തിന് മുമ്പിൽ, നമ്മുടെയൊക്കെ പേഴ്സണൽ ജീവിതങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ഹൃദയ കവാടത്തിന് മുമ്പിൽ അടച്ചു വച്ചിരിക്കുന്ന കല്ലുകളുണ്ട്. അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും തഴക്കദോഷത്തിൻ്റെയൊക്കെ കല്ലുകൾ. ദൈവവിശ്വാസമില്ലായ്മയുടെ, മറ്റുള്ളവരുടെ കുറവ് മാത്രം കാണുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം, നന്മയില്ലായ്മയുടെ, സ്വയനായീകരണത്തിൻ്റെ, ഭയത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ, പാപബോധം ഇല്ലായ്മയൊക്കെയുടെയൊക്കെ കല്ലുകൾ. നമ്മളെപ്പോഴാണ് ഈ കല്ലുകൾ ഉരുട്ടി മാറ്റുന്നത്? പ്രിയമുള്ളവരെ, നമുക്കും ഒരു ഉയർപ്പുണ്ടാകും. നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായി ഈശോയെ, ഇതിൻ്റെ സമാധാനം കൊണ്ട്, ഇതിൻ്റെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾ ഉരുട്ടി മറച്ചു വച്ചിരിക്കുന്ന നന്മകളും, ഞങ്ങളുടെ ഹൃദയകമാടം അടച്ചു വച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും പാവത്തിൻ്റെയും തഴക്കദോഷത്തിൻ്റെയും ഒക്കെ കല്ലുകൾ എടുത്തു മാറ്റി നിൻ്റെ സ്നേഹം കൊണ്ടും നിൻ്റെ വലിയ കൃപ കൊണ്ടും നിറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പക്ഷേ ഇതിന് വലിയ സമാധാനം കൊണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.